സർ, ഗവർണർമാരുടെ അധികാര പരിധി നിശ്ചയിച്ചുകൊണ്ട് സുപ്രീം കോടതി അടുത്തിടെ പ്രഖ്യാപിച്ച വിധി വലിയ വിവാദം ഇളക്കി വിട്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ നിയമസഭ പാസാക്കുന്ന ബില്ലുകൾ ഇത്ര നാളുകൾക്കകം ഗവർണറും രാഷ്ട്രപതിയും ഒപ്പുവയ്ക്കണം എന്ന് പറയാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം, ഇതിൻ്റെ ഉത്തരം പറയാൻ ഞാൻ ആളല്ല, കാരണം ഭരണഘടനാ വിദഗ്ധനല്ല. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് ഗവർണറുടെയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെയോ അനുമതിയില്ലാതെ 7 ബില്ലുകൾ ആക്റ്റാക്കി കഴിഞ്ഞു തമിഴ്നാട് ഗവൺമെൻറ്. ഇതിൻ്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് തൽക്കാലം, ഈ ഒരു വിധിയുടെ ബെനിഫിഷ്യറി തൽക്കാലം തമിഴ്നാട് ഗവൺമെൻറ്റാണ്. നമുക്കറിയാം, അവരെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ ന്യായമായ ആവശ്യങ്ങൾക്ക് മീതെയുള്ളൊരു വിധി സമ്പാദിച്ചുകൊണ്ട് അവിടെ യാതൊരുവിധമായ പണിയും വേണ്ട, വെള്ളം അവർ കൊണ്ടുപോകുന്നത് മാത്രമല്ല, നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല, അവിടെ പണിയും പാടില്ല, ഡാമിന്റെ സുരക്ഷയ്ക്ക് ഒരു പ്രാധാന്യവും നൽകാതെ വെള്ളത്തിൻ്റെ ബെനിഫിഷ്യറി അവരെ. ഇതിൻ്റെ അപകടം വന്നാൽ അതിൻ്റെ ഇരയാകേണ്ടത് നമ്മൾ. ആ ഒരു വിധി സമ്പാദിക്കാൻ അസാമാന്യമായിട്ടുള്ളൊരു പാഠവും കാണിച്ചിട്ടുള്ള ഗവൺമെൻറ്റാണ് തമിഴ്നാട് ഗവൺമെൻറ്. അപ്പോൾ അതിന് അനുകൂലമായിട്ട് വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ്. അതൊരു ഇമ്പാക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, സുപ്രീം കോടതി അല്ല ഈ വിധി പറഞ്ഞിരിക്കുന്നത്, സുപ്രീം കോടതിയുടെ 2 അംഗ ബെഞ്ചാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഭരണഘടനയെക്കുറിച്ചാണ്. ഭരണഘടന എന്ന് പറയുന്നത് വർഷങ്ങളോളം നമ്മുടെ ഭരണഘടനാ ശില്പികൾ BR അംബേദ്കർ ഉൾപ്പെടെ നിയമജ്ഞരായിട്ടുള്ള ആൾക്കാർ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെയുള്ള, കേരളത്തിൽ നിന്ന് ജാനകി എന്നുവരെ ഉൾപ്പെടെയുള്ള ദലിത വിഭാഗത്തിൽ നിന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെല്ലാം പലതവണ പലമുറി വായിച്ച് സംശയങ്ങൾക്ക് നിവൃത്തി വരുത്തി ചർച്ചകൾക്ക് ശേഷം എടുത്ത ഒന്നാണ് ഭരണഘടന. അപ്പോൾ അവർക്ക് ഈ 3 മാസം എന്നുള്ളത് വെക്കണമെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ വെച്ചാൽ 15 ദിവസമെങ്കിൽ, അങ്ങനെ 1 മാസം എങ്കിൽ അങ്ങനെ വയ്ക്കാൻ ഉള്ള സകലമാന അധികാരവും അവർക്കുണ്ടായിരുന്നു. അംഗീകരിക്കാൻ അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വിദഗ്ധരുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടായിരുന്നു, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായിരുന്നു. അവരെന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ പ്രശ്നം. എനിക്ക് തോന്നുന്നതാണ്. ഇപ്പോൾ നോക്കൂ, ഇന്ത്യയുടെ ആ സ്ഥിതി അനുസരിച്ച് ഇപ്പോൾ കാശ്മീർ ഭരിക്കുന്നത് അവിടെ ഇപ്പോൾ അസംബ്ലിയാണെന്ന് വെച്ചോളൂ. അസംബ്ലി അല്ല, ഇപ്പോൾ ഭാഗ്യവശാൽ യൂണിയൻ ടെറിട്ടറിയാണ്. അവിടെ അസംബ്ലി ആയിക്കഴിഞ്ഞ് ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാവുന്നു. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി അങ്ങനെ ചെയ്യില്ല, പക്ഷേ PDP എന്ന് പറയുന്ന പാർട്ടി പാക് അനുകൂല പാർട്ടിയാണ് എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം. പാക് അനുകൂലമായ സംസാരം അവിടെ നിന്നപ്പോഴും ഞങ്ങൾ പാകിസ്ഥാനിലേക്ക് തേരാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നൊരു വിധി പ്രസ്താവം അവരങ്ങ് നടത്തി. അസംബ്ലി അത് അംഗീകരിക്കുകയും ചെയ്യും, ഗവർണർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ഗവർണർ അത് തിരിച്ചയച്ചു കൊടുക്കുന്നു. സിറ്റുവേഷൻ ഞാൻ പറയുകയാണ്, അങ്ങനെ സംഭവിക്കില്ല എങ്കിലൊരു സിറ്റുവേഷൻ അതായിരിക്കും ഒരുപക്ഷെ ദേശഭക്തരായിട്ടുള്ള രാജ്യസ്നേഹികളായിട്ടുള്ള നെഹ്റു, BR അംബേദ്കർ ഒക്കെ ഇതിൻ്റെ പരിധി നിശ്ചയിക്കാതിരിക്കാൻ കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും അയച്ചു കഴിയുമ്പോൾ വീണ്ടും തിരുത്തലില്ലാതെ അസംബ്ലി വീണ്ടും അവർക്ക് മഹാമൃഗീയ ഭൂരിപക്ഷമുണ്ട്, തിരിച്ച് ഗവർണർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഇതനുസരിച്ച് 3 മാസത്തിനകം അത് അംഗീകരിച്ചുകൊണ്ട് ഗവർണർ അങ്ങോട്ട് ഒപ്പിട്ടയക്കണം എന്ന് പറഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യക്ക് നഷ്ടപ്പെടുക എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുള്ള വരുന്ന ആൾക്കാരെയൊക്കെ അവരിഷ്ടം മാതിരി സ്വീകരിക്കുന്നു. അവർക്ക് അതിർത്തിയിൽ വേലി നിർമ്മിക്കാൻ വേണ്ടി BSFനുള്ള അധികാരം അവർ തടയുന്നു. അവരുടെ സ്ഥലമാണ്, ഞങ്ങൾ തരില്ല, അവിടെ അതിർത്തിയൊന്നും വേണ്ട. മുർഷിദാബാദിൽ കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ വഖഫ് നിയമം ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയത് ഞങ്ങൾ പാസ്സാക്കിയില്ല എന്ന് പറഞ്ഞാൽ വേറിട്ടൊരു സംസ്ഥാനത്തിൻ്റെ രീതിയിലാണ് ആ മുഖ്യമന്ത്രി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നാളെ ഞങ്ങൾ ഇന്ത്യയിലേക്കില്ല, ഞങ്ങൾ എല്ലാം ബംഗ്ലാദേശിലേക്ക് പോവുക, ഏകപക്ഷീയമായിട്ടൊരു പ്രമേയം അവതരിപ്പിച്ച് അവരുടെ മൃഗീയ ഭൂരിപക്ഷത്തിൻ്റെ ബലത്തിൽ അവരങ്ങനെയാണല്ലോ. എത്രയോ അഴിമതിക്കും എത്രയോ ഭീകര പ്രവർത്തനങ്ങൾക്കും എത്രയോ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ആ അസംബ്ലി അംഗീകാരം നൽകിയിട്ടുണ്ട്, ആ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഒരു അവിടെ നമുക്കറിയാമല്ലോ, അവരുടെ ആളായിട്ടുള്ള ഒരു സുൽത്താനെ അവർ വെച്ച് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അന്യ വീടുകളിൽ പോയി സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് അപമാനിക്കുക, മാനഭംഗപ്പെടുത്തുക, റേപ്പ് ചെയ്യുക. സ്ത്രീകളെല്ലാം കൂടെ അവസാനം തെരുവിലിറങ്ങിയതിന് ശേഷമാണ് ഇടപെടൽ ഉണ്ടായതും അദ്ദേഹം അറസ്റ്റിലായതും
ഒരു പ്രത്യേക സ്ഥലത്ത്. അപ്പോൾ ആ തരത്തിലുള്ള എല്ലാ നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സംസ്ഥാനം ഞങ്ങളിപ്പോൾ ഈ ബംഗ്ലാദേശുമായിട്ട് അങ്ങ് ചേരുക, അവരുമായിട്ട് ചേർന്ന് അവിടുത്തെ ഒരു പ്രവിശ്യയാവുക എന്നൊരു വാശിക്ക് എന്തും ചെയ്യുന്ന ആളാണ് മമതാ ബാനർജി. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കി. ആ പ്രമേയം ഗവർണർക്ക് അയച്ചു കൊടുത്തു. ആനന്ദബോസ് അത് തിരിച്ചയക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. തിരിച്ചയക്കുമ്പോൾ ഒരു തിരുത്തുമില്ല, വീണ്ടും ഇങ്ങോട്ട് വരുന്നു. ആനന്ദബോസ് എന്ത് ചെയ്യും? 3 മാസത്തിനകം ഒപ്പിട്ട് കൊടുത്തേ പറ്റൂ ഈ വിധി അനുസരിച്ച്. അത് കണ്ടുകൊണ്ടായിരിക്കണം, മുൻകൂട്ടി കണ്ടുകൊണ്ടാവണം ഒരു പക്ഷേ ഇങ്ങനൊരു കാലപരിധി വയ്ക്കാനത്. അപ്പോൾ ഗവർണർമാർക്ക് അതിൻ്റേതായിട്ടുള്ള റീസണിങ് ഉണ്ട്. ഇപ്പോൾ നോക്കൂ, ഓരോ ക്രിമിനൽ കേസുകളിൽ 1 മാസത്തിനകം അതിൻ്റെ വിചാരണ പൂർത്തിയാക്കണമെന്ന് എത്രയോ കാലമായിട്ട് തടവറകളിൽ കോടതിക്ക് കഴിയുന്നുണ്ടോ? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അപ്രായോഗികതകൾ അവർക്കുണ്ട്. അതുപോലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഗവർണർമാർക്കുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെ കുഴപ്പത്തിലാക്കാൻ വേണ്ടി ഒരൊറ്റ ഗവർണറും അങ്ങനെ ചെയ്യില്ല. അതെ, ഇപ്പോൾ തമിഴ്നാട് തന്നെ പറയുക, ഞങ്ങൾക്ക് ഇനി ഹിന്ദി ഇവിടെ പഠിക്കണ്ട, ഹിന്ദി ആരും സംസാരിക്കണ്ട. ഒരു രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങളില്ലേ, സംസ്ഥാനത്തിൻ്റെ പ്രത്യേക താല്പര്യങ്ങൾ അതിനുമേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റില്ല. രാഷ്ട്ര താല്പര്യം എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കേന്ദ്രത്തെ ഭരിക്കുക എന്നൊന്നും അർത്ഥമില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ അതിനെ തടയിടാൻ മറിച്ച് കേന്ദ്രം തന്നെയാണ് സംസ്ഥാനത്തെ ഭരിക്കേണ്ടത്. അങ്ങനെയൊക്കെയുള്ള ഇംബാലൻസുകൾ ഉണ്ടാക്കും ഇങ്ങനെയുള്ള ഈ കുത്തിത്തിരിപ്പുകൾ ഇതിനകത്തേക്ക് കടന്നു വന്നാൽ എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഡേറ്റ് മനഃപൂർവ്വം ഇടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തത ഇതിനകത്ത് വരുത്താൻ വേണ്ടിയായിരിക്കും 2 ജഡ്ജിമാർ ഇത് ചെയ്തത്. പക്ഷേ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ഇത് നാളെ എല്ലാവർക്കും ബാധകമാകും. ഇതിപ്പോൾ സന്തോഷം താൽക്കാലികമായിട്ട് തമിഴ്നാട്ടിന് വന്നെങ്കിൽ തമിഴ്നാട് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത് നാളെ ഇത് തിരിച്ചടിയായിട്ട് വരാൻ സാധ്യതയുണ്ട്. ചുമരുണ്ടെങ്കിലേ എഴുതാൻ പറ്റൂ. രാഷ്ട്രമെന്നുള്ള നിലയിൽ നമുക്ക് നിലനിന്നെങ്കിൽ മാത്രമേ ഈ തമിഴ്നാടിനൊക്കെ ഈ പ്രതിരോധമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? തഹാവൂർ റാണയുണ്ടല്ലോ, തഹാവൂർ റാണയെപ്പോലുള്ള ആൾക്കാർ കടന്നു കയറി വരും. അവർ മറ്റൊന്നും നോക്കുന്നില്ല, അനിസ്ലാമികമായിട്ടുള്ള ഭരണകൂടമാണ് അവിടെ നിൽക്കുന്നതെന്ന് കണ്ടാൽ മതി, നശിപ്പിക്കും, മുച്ചൂടും നശിപ്പിക്കും. അന്ന് ആരും ഉണ്ടാവില്ല പ്രതിരോധിക്കാൻ. ഈ പറയുന്ന വീരവാദങ്ങൾ കൊണ്ടും പ്രതിരോധത്തിൻ്റെ കോട്ടകൾ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. വേണം നമുക്കൊരു ചുമര്. ആ ചുമരില്ലാതാവരുത്. അല്ലാതെ ഈ പല്ലി മച്ചിൻ പുറത്തിരിക്കുന്ന പല്ലികൾ വിചാരിക്കും മേൽക്കൂര താങ്ങി നിർത്തുന്നത് തങ്ങളാണ്. അങ്ങനെയല്ല. ഈ രാഷ്ട്രത്തിൻ്റെ സങ്കല്പം, ഇവിടുത്തെ 140 കോടി ജനങ്ങളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആയിരിക്കണം ഇവിടെ 3 മാസം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കേണ്ടത്. അവരെ പ്രതിനിധാനം ചെയ്യുന്നത് ആരാണ്? കോടതിയല്ല. കോടതി ഇപ്പോൾ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമല്ലെന്നാണ് പറയുന്നത്. കോടതി ജഡ്ജിമാർ തിരഞ്ഞെടുക്കപ്പെട്ട സംവിധാനമാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ അവർക്ക് തീരുമാനിക്കാൻ പറ്റുമോ? അപ്പോൾ പിന്നെ ആർക്കാണ് തീരുമാനിക്കാൻ? ഗവർണർ ഇങ്ങനെയാണ് പറഞ്ഞത്, പാർലമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. പാർലമെൻറ്റിന് 3/2 ഭൂരിപക്ഷം വേണം. ഇത് ഭരണഘടനയിൽ മാറ്റം വരുത്തുകയാണ്. അല്ല, രാഷ്ട്രീയ സൗകര്യത്തിന് വേണ്ടി ഇതിന് കൈയടിക്കും ചിലരൊക്കെ. തമിഴ്നാട് കൈയടിക്കും, കോൺഗ്രസ് കൈയടിക്കും. BJPയുടെ കർണത്ത് കിട്ടിയ അടിയാണെന്ന് പറയും. അതല്ല, ഇത് ഭരണഘടനയുടെ ചെകിട്ടത്ത് കിട്ടിയ അടിയാണ്. ഇന്ത്യൻ ജനങ്ങളുടെ കരണത്ത് കിട്ടിയ അടിയായിട്ട് ഇതിനെ കാണുകയും ഇതിനെ നോക്കട്ടെ, ഭരണഘടന ബെഞ്ചിന് വിടട്ടെ, ജഡ്ജിമാർ തന്നെ തീരുമാനിക്കട്ടെ. അതിന് നമുക്ക് ആകെ പറയാവുന്ന കാര്യം പാർലമെന്റിനോട് ഇത് സംബന്ധിച്ചൊരു നിയമം ഉണ്ടാക്കാൻ പറയാം, ശുപാർശ ചെയ്യാം. അല്ല, ഭരണഘടനാ ബെഞ്ചിന് കേന്ദ്രം തന്നെ വിടണം. കാരണം അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ വന്നു കഴിഞ്ഞു. ഓരോ ജഡ്ജിമാരും ഇങ്ങനെയൊക്കെ ഭരണഘടനയിലെ ഈശ്വൽ ഭേദങ്ങളായാൽ പോലും അത് വന്നു കഴിഞ്ഞു വലിയ പ്രത്യാഘാതങ്ങളും താൽക്കാലിക വിജയങ്ങൾ തമിഴ്നാട്ടിലുണ്ടാക്കി. നാളെ അവർക്ക് വിജയങ്ങളല്ല സാർ, താൽക്കാലിക രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് വെറും രാഷ്ട്രീയമാണ് ഈ തമിഴ്നാട് കളിക്കുന്നത്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, യശ്വന്ത് വർമ്മ, അദ്ദേഹത്തിൻ്റെ മേലുള്ള കളങ്കം ഇതുവരെ തീർന്നിട്ടില്ല. യശ്വന്ത് വർമ്മയുടെ വീട്ടിൽ നോട്ടുകെട്ടുകൾ കൂട്ടം കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു സ്റ്റോർ റൂമിൽ. യശ്വന്ത് വർമ്മയുടെ ജോലി എന്താ? ജോലി എന്ന് പറഞ്ഞാൽ ജഡ്ജിയായിട്ട് കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടെന്നുള്ളതാണ് ഈ നോട്ടുകെട്ടുകൾ കാണിക്കുന്നത്. അദ്ദേഹത്തിന് ജീവിക്കാൻ ചാക്കിനകത്ത് കെട്ടി വയ്ക്കാനുള്ള ശമ്പളമല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാന സ്രോതസ്സുകൾ എന്താണ്? അദ്ദേഹം അപ്പോൾ ഈ വിധിക്ക് ഉപരിയായിട്ട് വിധിയെ സ്വാധീനിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും നമ്മൾ പറയുന്നില്ല, അത് സംശയിക്കും, നമുക്ക് സംശയം ഉണ്ടാവും. സംശയിക്കും. ജഡ്ജി കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള കേസുകൾ നേരത്തെയും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് സംശയത്തിന് അത്യുതമാക്കണം. പിന്നെ അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ എന്താ വിശ്വാസ്യത പിന്നെയുള്ളത്? അതിതുവരെ തെളിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ ജഡ്ജിമെൻറ്റിനെയും ജനങ്ങളെങ്ങനെയാണ് സംശയത്തിൻ്റെ ആനുകൂല്യത്തോട് കാണുന്നത്. ആ സംശയത്തിന് അപ്പുറമാകണം.
അതിനുള്ള സുതാര്യം, കളങ്കരഹിതമായിട്ടുള്ള സംശയരഹിതമായിട്ട്, കളങ്കമല്ല, സംശയത്തിന് മുകളിലായിട്ടുള്ള. അപ്പോൾ ഇവിടെ ഒരു സംശയം വന്നിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ഫുട്ബോൾ കളി നടക്കുന്നു, റഫറി തന്നെയാണ്, എപ്പോഴും സുപ്രീം കോടതിയോട് നമുക്ക് ആദരവുണ്ട്. ആ റഫറി കയറി ഗോൾ അടിച്ചിരിക്കുന്നു, ഗോൾ അടിച്ചിരിക്കുന്നു. ഗോളിക്ക് ഗോൾ അടിക്കാം, തെറ്റില്ല, ഗോളിക്ക് ഗോൾ അടിക്കുക. ഇത് ഗോളിയല്ല ജഡ്ജി എന്ന് പറയുന്നത്, അമ്പയറാണ് അല്ലെങ്കിൽ റഫറി. അമ്പയർ ബാറ്റ് എടുത്ത് റൺസ് കൂട്ടാൻ പറ്റുമോ? അതെ, ഏതെങ്കിലും ഒരു ടീമിനെ രക്ഷിക്കാൻ അത് ശരിയാവും. അപ്പോൾ ഇവിടെ ടീമിൽ ഒരു ടീമോ എന്ന് പറയുന്നത് ഗവർണർമാരാണല്ലോ. ആ ഗവർണറുടെ എതിർപ്പ് വന്നിരിക്കുന്ന സ്ഥിതിക്ക് അതൊരു അപ്പീലാണ്. ആ അപ്പീൽ ഭരണഘടനാ ബെഞ്ചിന് ആണ് പോകേണ്ടത്. അല്ലാതെ തേർഡ് അമ്പയർ അതിലേക്ക് പോകും. അതാണ് ഭരണഘടനാ ബെഞ്ച് എന്ന് പറയുന്നത്, തേർഡ് അമ്പയർ. അല്ലാതെ കുഴപ്പമൊന്നുമില്ല, പോയെങ്കിൽ മാത്രമേ ഇത് സംശയത്തിന് അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.